വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് മുവ കേവിലാണ്. നിംബിനിലുള്ള ഒരു പ്ലേസാണിത്. നമ്മളിവിടേക്കൊന്ന് ഇതൊരു ട്രക്കിംഗ് പ്ലേസ് ആണ്. നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ് ഇതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ച Cảm ơn, thank you. con vừa là gì đó là mì lên lên luôn ôi đi coi ഓടണ്ടേ, രണ്ടാളോട് വന്നു. ഞാൻ മെലിഞ്ഞ പോലെ തോന്നുന്നു. ഇവ ഇവ ഭയങ്കര ആവേശത്ത് കയറുന്നുണ്ടല്ലോ ചേട്ടാ. ആവേശം നല്ലതല്ല. ഇവ മെല്ലെ കയറിട്ടാ. ഇതാണ് നമ്മുടെ മൂവാക്കേവിലേക്കുള്ള അല്ലേ? ഇതിന്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നിംബിൻ പട്ടണം കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഭയങ്കര സൂപ്പർ വ്യൂ ആണ് എന്നാ കേട്ടിട്ടില്ല. കയറി നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ട് എന്നുള്ളത്. എങ്ങനെയുണ്ട് ഇതോ? കയറിക്കോ. സൂപ്പറാണോ? കയറിക്കോ. അയ്യോ, കുറച്ച് കയറുമ്പോഴത്തേക്കാണ് വല്ലാതെ ക്ഷീണിച്ചു. കയറാൻ പറ്റുന്നില്ല. ഇപ്പം പണ്ടത്തെ സ്റ്റാമിനയൊന്നും ഇല്ല കയറാൻ. പക്ഷേ മുകളിൽ വരെ എത്തിക്കഴിഞ്ഞാൽ കാണുന്നൊരു വ്യൂ ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് കയറാനുള്ള എന്ത് വരും, ആ ഒരു എന്താ പറയുക, ഇൻസ്പിറേഷൻ വരും. എന്തായാലും നമുക്ക് മുകളിൽ പോയിട്ട് നോക്കാം എങ്ങനെയുണ്ടാവും. പ്രശ്നം ഉണ്ടാവില്ല. ഇവ കണ്ടോ? ഇതേ നമുക്കിതാ അവിടെ വരെ എത്തണം. ദാദാ അവിടെ കണ്ടോ? ഓടരുത് മെല്ലെ മെല്ലെ.
മറ്റേ അതെടുക്കാം. And then when I go back to Sydney at like it's 2 minutes later.也多50而已啊，50还是100？等一下，这里就高，到了。അങ്ങനെ ഏകദേശം ഞങ്ങൾ മുകളിലേക്ക് എത്താൻ പോവുകയാണ്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അതിൻ്റെ മുകളിൽ കയറിയിട്ട് നമുക്കുണ്ടായിരുന്നത്. കാരണം ഞങ്ങൾ ഏകദേശം ഒരു പകുതിയിൽ കൂടുതൽ കയറിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടുള്ള വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് താങ്കോക്കിൻ്റെയും അതേപോലെ തന്നെ നിംബിൻ്റെയും ഒരു 360 വ്യൂ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. മോള് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കയറാൻ വേണ്ടി. അവൾക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു, കാരണം നമ്മളെല്ലാം തളർന്ന ഒരു പരുവായിരുന്നു. പക്ഷെ അവൾക്ക് യാതൊരുവിധ ക്ഷീണവും ഉണ്ടായിരുന്നില്ല. സ്റ്റെപ്പ് കയറാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇനിയിപ്പോൾ ദാ ഈ കാണുന്ന സ്റ്റെപ്പ് കൂടി കയറി കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ഒരു മുവാ കേവിൻ്റെ ഏറ്റവും ടോപ്പിലെത്തും. അവിടെ എത്തിയിട്ട് കാണുന്ന വ്യൂ എന്തായിരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ആകാംക്ഷയിലാണ് ഞാനുള്ളത്. മോൾ അങ്ങോട്ട് നോക്കിയിരിക്കുകയായിരുന്നു. എത്രയും പെട്ടെന്ന് അവൾക്ക് അവിടെ ഒന്ന് കയറിയാൽ മതി എന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ കയറി അറ്റ് ലാസ്റ്റ് നമ്മൾ അതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു അവിടെ നിന്നിട്ടുള്ള ഒരു വ്യൂ. കാരണം ഇത്രയും സ്റ്റെപ്പുകൾ കയറി വരുമ്പോൾ നമുക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. കയറി നമ്മളിത് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നുള്ളത്. പക്ഷെ കയറി കഴിഞ്ഞപ്പോൾ ശരിക്കും കിട്ടിയ ആ ഒരു സന്തോഷം, നമ്മൾ കയറുമ്പോൾ ഉണ്ടായിരുന്ന ക്ഷീണമൊന്നും കയറി കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്നില്ല. കാരണം അത്രയ്ക്ക് മനസ്സ് നിറയ്ക്കുന്ന കാഴ്ചയായിരുന്നു നമുക്ക് അവിടെ കയറിയപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഹനോയിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു മുവാ കേവ് വിസിറ്റ് ചെയ്യുക. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. പിന്നെ മോളെ ഞാൻ അവിടെ നിർത്തിയിട്ട് ഒരു ഡ്രാഗൺ ഉണ്ട് അവിടെ, അതിൻ്റെ മുകളിലേക്ക് കയറുമായിരുന്നു. അതിൻ്റെ മുകളിലേക്ക് കയറാൻ സത്യം പറഞ്ഞാൽ നല്ല പേടിയുണ്ടായിരുന്നു. കാലുകളൊക്കെ വിറയ്ക്കുകയായിരുന്നു. കാരണം അത്രയ്ക്കും ഒരു നാരോ ആയിട്ടുള്ള സ്പേസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ കയറിയത്. കാരണം എനിക്ക് കയറാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പക്ഷേ അതും ഒരു രസമുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിൻ്റെ മേലെ കയറിയപ്പോൾ എൻ്റെ കാലിൻ്റെ മുട്ട് നന്നായിട്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. ശരിക്കും എനിക്ക് പേടിയായി. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഞാൻ അതിൽ നിന്നിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ നിന്നിട്ടുള്ള ആ ഒരു വ്യൂവും ഭയങ്കര രസമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്നു, നിങ്ങൾ ഇങ്ങോട്ടേക്ക് വിയറ്റ്നാമിലേക്ക്, അതായത് വിയറ്റ്നാം കാണാൻ വരികയാണെങ്കിൽ ഈ ഒരു സ്ഥലം ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. കാരണം അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ് ഈ ഒരു മുവാ കേവ് എന്ന് പറയുന്നത്. ഈ ഒരു മുവാ കേവിന് ഏകദേശം ഒരു 88 മീറ്റർ ഉയരമുണ്ട്. ഇത് കയറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 500 സ്റ്റെപ്പോളം എടുത്തിട്ടുണ്ട്. 500 സ്റ്റെപ്പോളം എടുത്തിട്ടാണ് ഞങ്ങൾ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുള്ളത്. ഇറ്റ്സ് വെരി നൈസ് ആയിരുന്നു. വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അങ്ങനെ നമ്മൾ ഇതിൻ്റെ ടോപ്പിലെത്തിയിട്ടുണ്ട്. ടോപ്പിലുള്ള വ്യൂ ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഭയങ്കര അതിശയമായിട്ട് തോന്നി എന്താണെന്ന് വെച്ചാൽ ഇത്രയും സ്റ്റെപ്പ് നമ്മൾ പട്ട് കിതക്കുന്ന പോലെ കിതച്ചാൽ കയറിയ, പക്ഷെ മോള് ഭയങ്കര ഉഷാറായിട്ട് മുഴുവൻ സ്റ്റെപ്പും കയറി. അത് ശരിക്കും എന്നെ നല്ലോണം എന്താ പറയുക സർപ്രൈസ് ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മേലെ കയറിയപ്പോൾ ഉണ്ടായിരുന്ന ഒരു വൈബ് അത് വേറെ തന്നെയായിരുന്നു. മുകളിലുള്ള ഡ്രാഗണിൻ്റെ ആ ഒരു സൈഡിലേക്ക് പോകുന്ന സമയത്ത് ശരിക്കും എനിക്ക് നല്ല പേടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം എൻ്റെ കാലൊക്കെ വിറയ്ക്കായിരുന്നു. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് മൊത്തത്തിൽ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത്തരത്തിലുള്ള വിയറ്റ്നാമിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുക. എല്ലാവരും എന്നിട്ട് പറഞ്ഞ എല്ലാവരും വീഡിയോ കാണണേ പറ, വീഡിയോ കാണണേ, സബ്സ്ക്രൈബ് ചെയ്യണേ പറ, ലൈക്ക് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ പറ. ലൈക്ക് ചെയ്യണേ. ഓക്കെ.